നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ഗോൾ അടിച്ചിരിക്കുന്നു. നെയ്മറുടെ ഗോളിൽ സാൻഡോസ് വിജയത്തിന് തൊട്ടരികിലെത്തിയതാണ്. പക്ഷേ അവസാന മിനിറ്റുകളിൽ ഗോൾ മടക്കി വാങ്ങി വിജയം കൈവിട്ടു. കൊപ്പ സുഡാമേരിക്കാനയിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വൻ ക്ലബായ റിക്കൊലേറ്റയോട് 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് സാൻഡോസ്. ഇതോടുകൂടി 4 കളികളിൽ നിന്ന് 3 പോയിന്റ് മാത്രമായി ഗ്രൂപ്പിലെ ഏറ്റവും അവസാന സ്ഥാനത്താണിപ്പോൾ സാൻഡോസ് ഉള്ളത്. റിക്കൊലേറ്റയുടെ മൈതാനത്ത് വലിയ രൂപത്തിൽ നെയ്മർ ജൂനിയർക്ക് പിന്തുണ ലഭിച്ച ഒരു മൈതാനത്ത് നെയ്മർ ജൂനിയറും ഗബ്രിയൽ ബർബോസ എന്ന ഗാബിഗോളും ബൊൻറ്റംബോയും റോൾ ഹെയ്സറും ഒക്കെ ചേർന്നുകൊണ്ടാണ് സാൻഡോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ ആധിപത്യം പുലർത്തി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി നെയ്മർ ജൂനിയറുടെ സംഘം. നെയ്മറും മനോഹരമായ കുറേ നീക്കങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കളിയുടെ 41-ാമത്തെ മിനിറ്റിലാണ് റോൾ ഹെയ്സർ നൽകിയ ബോളിൽ നിന്ന് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. അത് ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സാൻഡോസ് മുന്നിലായിരുന്നു. ഏതായാലും നെയ്മറും റോബിഞ്ഞോ ജൂനിയറും തമ്മിലുള്ള ട്രെയിനിങ്ങിലെ പ്രശ്നങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ ചൂടൻ ചർച്ചയായിട്ട് മാറിയത്. എന്നാൽ ഗോളിന് ശേഷം റോബിഞ്ഞോ ജൂനിയർക്കൊപ്പം സന്തോഷം പങ്കിട്ട് നെയ്മർ ജൂനിയർ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പബ്ലിക്കലി പറയുന്ന പോലെയായി ഈ കാര്യങ്ങൾ. എന്നാലും രണ്ടാം പകുതിയിൽ വീണ്ടും സാൻഡോസിന് ഗോളടിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു. നെയ്മറുടെ ഫ്രീ കിക്ക് അടക്കം മനോഹരമായ ചില നിമിഷങ്ങളുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. ബട്ട് ഫൈനലി സാൻഡോസ് വിജയിക്കുമെന്ന് തോന്നിച്ചൊരു ഘട്ടത്തിൽ 86-ാമത്തെ മിനിറ്റിൽ ഗോൾ മടക്കിയടിച്ചു ഫെർണാണ്ടോ ഗലേനയിലൂടെ റിക്കൊലേറ്റ. അങ്ങനെ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.